ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ മാഗി തയ്യാറാക്കിയാലോ? അപ്പോൾ ഈ ഒരു ചിക്കൻ മാഗി നൂഡിൽസ് തയ്യാറാക്കാൻ വളരെ കുറഞ്ഞ സമയം മതി. നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന നൂഡിൽസിനേക്കാൾ ഇരട്ടി ടേസ്റ്റുമാണ്. അതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സിമ്പിൾ ഐറ്റവും കൂടിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 30 രൂപയുടെ 2 കവർ മാഗി നൂഡിൽസാണ്. ഇത് 280 ഗ്രാമോളം ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു കവറൊന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മാഗി മസാല അത് നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ചിക്കൻ നല്ലതുപോലെ ഒന്ന് കഴുകി ഈ കാണുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന മാഗി മസാലയെല്ലാം തന്നെ പൊട്ടിച്ചിടാം. അപ്പോൾ ഈ 2 പാക്കറ്റിനുള്ളിലായിട്ട് 4 മാഗി മസാല ഉണ്ടായിരുന്നു കേട്ടോ. അത് മുഴുവനായി നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പ്, ഇവ രണ്ടും കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കറിയാവുന്നതാണ് മാഗി മസാലയിൽ ആവശ്യത്തിന് ഉപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ചിക്കൻ മസാലക്കൂട്ടുകളുമായി നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ചിക്കൻ മാഗി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു അടിക്കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 ടീസ്പൂൺ അളവിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ, അല്ലെങ്കിൽ അതൊന്ന് മൂത്ത് ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി അത്യാവശ്യം മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണിൽ താഴെ വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഇട്ട് കൊടുത്ത സവാള ചെറിയ തോതിൽ വഴണ്ട് കുഴഞ്ഞ് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇവ മൂന്നും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ട് മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വഴറ്റാം. അപ്പോൾ ഈ തക്കാളിയും കൂടി 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ചിക്കൻ കൂടി ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ ഈ ചിക്കൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 5 മിനിറ്റ് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി തുടങ്ങും. അങ്ങനെ ഈ കാണുന്നത് പോലെ ചിക്കനിലെ വെള്ളം ഇറങ്ങി തുടങ്ങിയാൽ പിന്നെ തുടരെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. തീ മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഇടവിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് മിനിറ്റുകൾ കൊണ്ട്, ഏകദേശം ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ടാവും. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മാഗി വേവിച്ചെടുക്കാൻ ആവശ്യമായ 800 ml ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ചൂടുവെള്ളവും കുറച്ചുകൂടി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് 2 പാക്കറ്റ് മാഗിയും പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മാഗി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് നമുക്ക് ഇവയെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ഈ പറഞ്ഞ 2 മിനിറ്റോളം മാഗിയും മറ്റും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് 3 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ തന്നെയും നമ്മുടെ മാഗി കറക്റ്റ് കുക്കായി കിട്ടും. ഇവിടെ ഇപ്പോൾ മാഗി നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അല്പസ്വല്പം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് തീ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റോളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. ചൂടാറുന്നതിനനുസരിച്ച് ഈ വെള്ളമൊക്കെ ചെറിയ തോതിലൊന്ന് തിക്കായി തുടങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ചിക്കൻ മാഗി നൂഡിൽസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.